ഗൃഹസഖിയുടെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഓണനാളിൽ ഗൃഹസഖിയിലൂടെ നമ്മൾ നിൽക്കുന്നത് കൗടിയാർ കൊട്ടാരത്തിലാണ്. ശ്രീ പത്മനാഭന് എല്ലാം അടിയറ വെച്ച് രാജ്യം ഭരിച്ച രാജകുടുംബമായ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ എന്റർപ്രൈസിങ്ങും എനർജറ്റിക്കും ജനമധ്യേ വളരെ പോപ്പുലറുമായ ഹർ ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഹർ ഹൈനസ് ഗൗരി പാർവതി ഭായിയെ. സ്വാഗതം പ്രിൻസസ്. ഇറ്റ് ഈസ് ഇൻഡീഡ് ആൻ ഓണർ ടു ഹാവ് യു. ഈ ഒരു ഓണക്കാലത്തിൽ എനിക്കറിയാം പ്രിൻസസിൻ്റെയും കൊട്ടാരത്തിലെയും ഓണമൊക്കെ നമ്മൾ ഒത്തിരി ടെലിവിഷനിലൂടെ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഓണക്കാലത്ത് പത്മനാഭസ്വാമിയുമായി ചേർന്നുള്ള ആ വിശിഷ്ട ആചാരങ്ങൾ എന്തെങ്കിലും നമുക്ക് എല്ലാ മലയാളികൾക്കുമായിട്ട് പ്രിൻസസിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിലെ ദേവനും ഒരു പിറന്നാൾ ദിവസമുണ്ട്. അതെ. അപ്പൊ ചിങ്ങമാസത്തിൽ തിരുവോണമാണ് പത്മനാഭന്റെ തിരുനാൾ ദിവസം. അപ്പൊ അന്ന് പ്രത്യേകമായിട്ടുള്ളത് എല്ലാ അമ്പലങ്ങളിൽ നിന്നും കൂടുതലായിട്ടുള്ളത് ഈ ഓണവില്ല് സമർപ്പിക്കുക. അതിനെപ്പറ്റി ധാരാളം ആർട്ടിക്കിൾസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അറിയാമല്ലോ, ഒരു കുടുംബക്കാരാണ് ഇത് ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെ വ്രതമെടുത്ത് അങ്ങനെ വരയ്ക്കുന്നതാണ് ഈ ഓണവില്ലുകൾ. അപ്പൊ ആ ഓണവില്ല് സമർപ്പിക്കുക. ഇത് ഒരു പ്രത്യേക വിശേഷമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഓക്കെ. അപ്പം ഈ ഓണവില്ലല്ലാതെ തന്നെ ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിശിഷ്ടമായ ഒത്തിരി ആചാരങ്ങളുണ്ട്. അതായത് പൈങ്കുനി, അൽപ്പശി ഉത്സവങ്ങൾ, പിന്നെ എന്താണ് ലക്ഷദ്വീപം, മുറജപം, ഇതെല്ലാം പ്രിൻസസിന്റെ വായിൽ നിന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ്. പിന്നെ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാവുമ്പോൾ അത് കൂടുതൽ പ്രത്യക്ഷമായിട്ട് കാണുന്നു എന്നുണ്ട്. ആറാട്ട് എഴുന്നള്ളത്ത് ഇതൊക്കെ ഉള്ളത് കൊണ്ട് പ്രത്യക്ഷമായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ട് ഉത്സവങ്ങളാണ്, അനുശ്രീ പറഞ്ഞ പോലെ രണ്ട് ഉത്സവങ്ങളാണ്. ഐപ്പശി ഉത്സവവും പൈങ്കുനി ഉത്സവവുമാണ്. മീനമാസത്തിലുള്ള ഉത്സവത്തിനാണ് ഭീമനെ കെട്ടി നിർത്തുക. ഇനിയിപ്പോൾ വേലകളി പുനരാരംഭിച്ചിട്ടുണ്ട്. പത്മതീർത്ഥ കുളത്തിന്റെ കരയിൽ 100 പേര് കൗരവന്മാരായിട്ട്, അതാണ് ഈ വേലകളിൽ കൗരവന്മാരായിട്ട് അവർ വരികയാണ്. പാണ്ഡവന്മാരെ അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നു. അവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതീതി, അതാണ് ഈ വേലകളി. അതിപ്പോ പുനരാരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഉത്സവകാലത്ത് എന്നും രാത്രി മുഴുവനുള്ള കഥകളിയുണ്ട് നാടകശാലയിൽ. മുറജപം 6 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു വിശേഷമാണ്. അതിൽ വേദ പാരായണം, സഹസ്രനാമജപം മുതലായ പല റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. 2014 മകരസംക്രമത്തിൻ്റെ അന്നാണ് അടുത്ത ലക്ഷദ്വീപം. അതിനു മുൻപേ 56 ദിവസത്തെ മുറജപവും നടക്കും. ഇതൊക്കെയാണ് പ്രധാന ആചാരം. അപ്പം നമ്മളതിൽ പ്രത്യേകമായിട്ട് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊന്ന് ചേർത്തിട്ടുള്ളത്, എല്ലാ വർഷവും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പത്മനാഭന്റെ ശിവേലിപ്പുരയിലിരുന്ന് സഹസ്രനാമം ജപിക്കുക. അത് ഒരു വഴിപാടുമാണ്. ആർക്ക് വേണമെങ്കിലും 1,96,000 സഹസ്രനാമം ജപിച്ച് കേൾക്കണം എന്നാണ് സ്വാമിയുടെ നിശ്ചയം. അപ്പൊ അതിനൊരു ടൈം ലിമിറ്റ് ഇല്ല ഭാഗ്യത്തിന്. ഇപ്പൊ ഒരു 30,000 ആയി കഴിഞ്ഞു. അപ്പൊ ആർക്ക് വേണമെങ്കിലും ആ മതിൽക്കെട്ടിനുള്ളിൽ ചെന്നിരുന്ന് സഹസ്രനാമം ജപിക്കാം. അതായത് നമ്മളെ ഡയറക്റ്റായിട്ട് ഭഗവാന് ചെയ്യുന്ന ഒരു വഴിപാടാണ്. അതൊരു പുതിയ സംരംഭമാണ്. അതിപ്പോൾ 10 രൂപ ജപിച്ചു. ഇപ്പം നിങ്ങൾ 5 പേര് പോയി 10 രൂപ ജപിച്ചു എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ശ്രീകാര്യക്കാരോട് പറയുക, ഇന്ന് 10 രൂപ ജപിച്ചു. അപ്പം അത് കണക്കിലെടുക്കും. പ്രിൻസസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആദ്യമായിട്ട് എന്താണ് ക്ഷേത്രപ്രവേശനം ഈവൻ സാധാരണക്കാർക്ക് പോലും ഭഗവാനോട് അടുപ്പിച്ച ഒരു കുടുംബമാണല്ലോ ഇത്. അപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരം മുതൽ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ബ്ലെസ്സിങ്, അതായിരിക്കും ഈ ഒരു കുടുംബത്തിൻ്റെ ജനകീയത. അപ്പോൾ എങ്ങനെ നോക്കിക്കാണും ഇപ്പോഴും നമ്മൾ മലയാളികൾക്കെല്ലാം മനസ്സിനോട് വളരെ ഹൃദയത്തിനോട് ചേർന്ന ഒരു കുടുംബമാണ്, നമ്മൾ ആദരിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഈ ഒരു പോപ്പുലാരിറ്റി, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ പ്രിൻസസ്? അല്ല, പോപ്പുലാരിറ്റിയെ പറ്റി ഞാനല്ലല്ലോ പറയേണ്ടത്. അല്ല, കാരണം ഇപ്പോഴും ക്ഷേത്രപ്രവേശനം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആണ്. അപ്പൊ അന്നത്തെ കാലങ്ങളെ പറ്റി എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അമ്മാവനും അമ്മൂമ്മയൊക്കെ പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
നമ്മുടെ ആളുകളെ എന്തിനാ തരം താത്തുന്നത്? ഇപ്പൊ ഒരാളൊരു വെള്ളക്കാരനാണെങ്കിൽ നമ്മൾ അയാളോടൊപ്പം ഇടുന്ന ആഹാരം കഴിക്കില്ലേ? നമ്മൾ അയാളുടെ കൈ പിടിച്ച് കുലുക്കൂല്ലേ? പിന്നെ നമ്മുടെ ആളുകളെ എന്തിനാണ് തരം താത്തുന്നത്? ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ അവർക്കതിൽ സത്യം പറഞ്ഞാൽ അവർക്ക് വിശ്വാസം തോന്നിയിട്ടാണ് അത് ചെയ്തത്. ഇതൊരു പോപ്പുലർ മൂവായിട്ട് നാളെ അന്ന് ടി വി ഇല്ല, മീഡിയ പ്രോപ്പഗാൻഡ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടി അല്ല ചെയ്തത്. ദേ വർ കൺവിൻസ്ഡ് അവർ ചെയ്യുന്നത് ശരിയാണെന്ന്. അതെ അതെ. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ പോപ്പുലാരിറ്റിയുടെ കാര്യം കാരണം പറഞ്ഞത് ഇപ്പോഴും കേരളത്തിൽ എന്ത് സംരംഭം തുടങ്ങുന്നെങ്കിലും അത് വന്ന് അനുഗ്രഹിച്ച് തുടങ്ങാൻ ശരിക്കും രാജകുടുംബത്തിലെ ആരെങ്കിലും കിട്ടിയാൽ എന്ന് വിചാരിച്ചിട്ട് അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറെ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കാറ് പോലും ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഇൻറ്റിമസി ആൻഡ് ക്ലോസ്നെസ് നമുക്ക് ഈ കുടുംബവുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചെത്തിയത്. അത് കുഞ്ഞെ നമ്മളെ വിളിക്കുന്നത് അത് നമ്മൾ കുറച്ച് സമയത്തിന് വരാമെന്ന് പറഞ്ഞാൽ വരും, പറഞ്ഞ സമയത്തിന് എത്തും. അതുകൊണ്ടായിരിക്കും നമ്മളെ കൂടുതൽ അങ്ങനെ വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യർ, നിങ്ങളെയൊക്കെ പോലെ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഞങ്ങൾക്കും ഉണ്ട്. വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കൊതു കടിക്കുന്നു, ചവറ് വരുന്നില്ല, ഇതൊക്കെ നമുക്കുള്ള പ്രശ്നങ്ങളാണ്. ശരിക്കും ഈ ഒരു ഹ്യൂമിലിറ്റിയാണ് സ്വാമി പത്മനാഭൻ എല്ലാം അടിയറവ് വെച്ച് ഇപ്പോൾ പത്മനാഭ സ്വാമിയെ ഏറ്റവും റിച്ചസ്റ്റ് ഗോഡാക്കിയ ഈ ഒരു കുടുംബത്തിൻ്റെ ഹ്യൂമിലിറ്റി തന്നെയാണ് നമ്മൾ എല്ലാ ജനങ്ങൾക്കും ഒരു മാതൃക. തീർച്ചയായിട്ടും അപ്പോൾ പ്രിൻസസ് എന്ന വ്യക്തിയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒത്തിരിയധികം ആക്ടിവിറ്റീസ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഉടുത്തിരിക്കുന്ന ഈ മുണ്ടും നിരയത് പോലും ഡിസൈൻ ചെയ്തിരുന്ന പ്രിൻസസ്സാണ്. അപ്പോൾ പ്രിൻസസിൻ്റെ ഇൻട്രസ്റ്റ്, പ്രിൻസസിൻ്റെ ആക്ടിവിറ്റീസ് ഒന്ന് പറഞ്ഞു തരാമോ? ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആൻഡ് മാസ്റ്റർ ഓഫ് നൺ. അപ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്നിലും അങ്ങനെ വലിയ കഴിവുണ്ടെന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പ്രിൻസസ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്നുള്ളതായിരിക്കാം ഒരു സത്യം അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ചുമ്മാ അടങ്ങിയിരുന്ന് പണി ചെയ്യുന്നത് പ്രയാസമാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അനങ്ങിക്കൊണ്ടിരിക്കണം. ഐ എം റെസ്റ്റ്ലെസ്. അങ്ങനെയാണ് എൻ്റെ പ്രകൃതം. കുറച്ച് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പ്രകൃതമാണെന്ന്. അച്ഛനും അതെ, ഇതുമാതിരി ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. ഒരു സ്ഥലത്തിരുന്ന് ഒരു ഡെസ്കിൻ്റെ പുറകിലിരുന്ന് ബാക്കിയുള്ളവരെ ഇത് ചെയ്യൂ എന്ന് പറയാനുള്ള കഴിവ് എനിക്ക് വളരെ കുറവാണ്. ഞാൻ തന്നെ പോയി ചെയ്യണം, ഞാൻ തന്നെ നോക്കണം. അതൊരു ഗുണമായിട്ട് ഞാൻ പറയുന്നില്ല. യു മസ്റ്റ് ലേൺ ടു ഡെലിഗേറ്റ്. അത് കുറവാണ് എനിക്ക്. എങ്കിലും പ്രിൻസസിൻ്റെ ആക്ടിവിറ്റീസ് അപ്പോൾ ഒത്തിരിയധികം കാര്യങ്ങളിൽ കഴിവുണ്ട്. അതായത് ഡാൻസറാണ് പ്രിൻസസ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു റോയൽ ഫാമിലിയിൽ നിന്ന് ആദ്യമായി ജോലി ചെയ്ത് അതായത് ലെക്ചറർ ആയിരുന്നു പ്രിൻസസ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ പ്രിൻസസ് നമുക്ക്? അല്ല, അത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരിക്കലും ഒരു വിഷമമില്ലായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കുട്ടികളെ വിടാനായിട്ട്. എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം വിമൻസ് കോളേജിലെ സ്റ്റേജിൽ ഡാൻസ് കളിച്ചത്. അന്ന് വളരെയധികം പ്രതിഷേധം, വീട്ടിൽ നിന്നല്ല വെളിയിൽ നിന്ന്. ഓരോരുത്തർ തമ്പുരാനെ കാണാമെന്ന് പറഞ്ഞു. കൊട്ടാരത്തിലെ കുട്ടികളെ ഇങ്ങനെ അഴിച്ചു വിടുകയാണോ സ്റ്റേജിലും ഒക്കെ, ആടാനും പാടാനും ഒക്കെ. ഇന്ന് ഞാൻ ആടുന്നതും പാടുന്നതും കൊണ്ട് എത്രയോ ആളുകൾ, എനിക്ക് പാട്ടറിഞ്ഞുകൂടാ, ഞാൻ ആടുന്നത് കൊണ്ട് എത്രയോ വീടുകളിൽ നിന്ന് അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും ഇന്ന് സ്റ്റേജുകളിലേക്ക് വിടുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു മോഹം ഇപ്പോഴും ചിലങ്കി അഴിച്ചു വെക്കാനായിട്ട് മനസ്സ് വരുന്നില്ല.